ഒരുപാട് മത്സരങ്ങൾ ഇങ്ങനെ നടക്കുന്നുണ്ട്. ആദ്യ ദിവസം തന്നെ ഒരുപാട് മത്സരങ്ങൾ നടക്കുന്നുണ്ട്. അത് കാണാനായിട്ട് ഒരുപാട് പേരും വരുന്നുണ്ട്. എന്താ പറയാ, കലോത്സവം എല്ലാ കാലത്തും എല്ലാ പ്രായത്തിലുള്ളവർക്കും വലിയ ആവേശം നൽകുന്നതാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസം ഇന്ന് ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിൽ എല്ലാ സ്കൂളുകളിൽ നിന്നും വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ഇത് കാണാൻ എത്താൻ പറ്റി എന്നുള്ള ഒരു വലിയ സംഗതിയായിട്ടാണ് കാണുന്നത്. പ്രത്യേകിച്ച് ഇന്ന് നേരം വെളുത്തപ്പോൾ മുതൽ മഴ മാറി നിന്ന് ഒരു നല്ല ക്ലൈമറ്റും കിട്ടിയിട്ടുണ്ട്. അതിന് പോരാത്തതിന് ഇന്നത്തെ ദിവസം എല്ലാ ഗ്രൂപ്പ് ഇനങ്ങളും നടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് വലിയ ആവേശത്തിലാണ് കുട്ടികളും അധ്യാപകരും സംഘാടകരും ഞങ്ങളെല്ലാവരും വലിയ ആവേശത്തിലാണ്. സ്കൂളിൽ നിന്ന് കുട്ടികൾ മത്സരങ്ങളിൽ പങ്കെടുക്കും. നിശ്ചയമായും 5 ഗ്രൂപ്പ് ഇനങ്ങളിൽ ഇന്ന് നമ്മുടെ കുട്ടികളുണ്ട്. രാവിലെ കോൽകളി കഴിഞ്ഞു, ഇനി ഒപ്പനയുണ്ട്, വട്ടപ്പാട്ടുണ്ട്, ഗ്രൂപ്പ് സോങ് ഉണ്ട്, ദേശഭക്തി ഗാനമുണ്ട്. നല്ലൊരു ആഘോഷ മൂഡാണ് നമ്മുടെ സ്കൂളിൽ. നിറയെ ആഘോഷത്തിന്റെ നിർവൃതിയിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഈ പറഞ്ഞതുപോലെ ഈ കപ്പ് കുന്നംകുളത്തിന് കിട്ടണമെന്ന് വളരെ ആഗ്രഹിക്കുന്നു. തീർച്ചയായിട്ടും കിട്ടട്ടെ. ഓൾ ദി ബെസ്റ്റ്. സെന്റ് ജോസഫ് പാവറട്ടി സ്കൂളിലെ കുട്ടികളാണ്. സംഘഗാനമൊക്കെ കഴിഞ്ഞിട്ട് വന്ന് നിൽക്കുകയാണ്. ടീച്ചർ, എങ്ങനെ ഉണ്ടായിരുന്നു ഇവരുടെ പാട്ട്? നന്നായി പാടിയിരുന്നു. നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അറിയില്ല. ടീച്ചറാവുമ്പോ നന്നായി പാടിയിരുന്നു. ടീച്ചർക്ക് കോൺഫിഡൻസ് ഉണ്ടല്ലേ? കോൺഫിഡന്റ് ആണ്. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? കുഴപ്പമില്ല, നന്നായി പാടില്ല. കോൺഫിഡന്റ്, അടിപൊളി. ഇവിടുന്ന് അങ്ങോട്ട് കോൺഫിഡന്റ് ആ തോന്നുന്നുണ്ട്. അപ്പോ നമ്മളിങ്ങനെ പാടാനായിട്ട് തുടങ്ങുന്നതിന് മുൻപേ ടെൻഷനൊക്കെ ഉണ്ടായിരുന്നോ? അത്യാവശ്യം നല്ലോണം ഉണ്ടായിരുന്നു. ആണോ? അതെന്തിനാ ഇത്രയും ടെൻഷൻ അടിച്ച്? കാരണം നിങ്ങൾ ഉപജില്ലയില് ഫസ്റ്റ് കിട്ടി വന്ന ആൾക്കാരാണ്, പിന്നെ ഇതിനെ വീണ്ടും ടെൻഷൻ അടിക്കണേ? എത്ര കയറിയാലും ടെൻഷനാണ്. ആ ഒരു ടൈം ഒരു ഭയങ്കര ടൈമാണല്ലേ? അതെ. അതൊക്കെ കഴിഞ്ഞ് ഇപ്പൊ നമ്മൾ ഫ്രീ ആയിട്ട് ഇരിക്കുകയാണ്. ഇനി റിസൾട്ട് വരണ വരെ വെയിറ്റ് ചെയ്യോ? റിസൾട്ട് അറിഞ്ഞിട്ട് പോവാ അല്ലേ? അതെ അതെ. റിസൾട്ട് അറിയുമ്പോ നമുക്ക് കിട്ടുമെന്നുള്ളൊരു ഇത് നമ്മൾ പാടി കഴിയുമ്പോൾ നമുക്കൊരു പ്ലാൻ ഉണ്ടാവുമല്ലോ. വെയിറ്റ് ചെയ്തു. അതന്നെ വലിയ കാര്യം. കിട്ടിയാലും കിട്ടിയില്ലൊക്കെ പാടി ഹാപ്പിയാണ്. നമുക്ക് ഇവിടെ വരെ എത്താൻ പറ്റി തന്നെ വലിയൊരു കാര്യം. എല്ലാവർക്കും പറ്റുന്നില്ലല്ലോ. രണ്ടുപേരും ഈ പാട്ട് ഞങ്ങൾക്ക് വേണ്ടി പാടിത്തരാം. ഭാരതം അതിപാവനം സുഖശീതളം അതിമോഹനം ഗാദികൾ പാടും നമ്മുടെ നാടിൻ വീരധീര ചരിതം ഹിമഗിരികൾ മകുടം ചാർത്തും എന്റെ ഭാരതം ആ സംസ്കാരങ്ങൾ സംയോജിക്കും എന്റെ ഭാരതം. അടിപൊളി അടിപൊളി. റിസൾട്ട് വരുമ്പോ ഇതുപോലെ ഹാപ്പി ആയിട്ട് റിസൾട്ട് കേൾക്കാൻ പറ്റട്ടെ. ഓൾ ദി വെരി ബെസ്റ്റ്. അപ്പോ ഇവരുടെ ദേശഭക്തി ഗാനാണ് നമ്മൾ കേട്ടത് അല്ലെ? ഇതുപോലെ അടിപൊളി പെർഫോമൻസ് ചെയ്ത ഒരുപാട് പേരുണ്ട്. നമുക്ക് അവരുടെ വിശേഷങ്ങളൊക്കെ കാണാം ഫോൺ ഗാലറി കലോത്സവ വിശേഷങ്ങളിലൂടെ. അപ്പൊ നമ്മൾ നേരത്തെ കണ്ട സെന്റ് ജോസഫ് പാവറട്ടി സ്കൂളിലെ ദേശഭക്തി ഗാന കുട്ടികളെ നമ്മൾ കണ്ടു. ഇവരാണ് സംഘഗാനക്കാര്. അപ്പൊ എന്താ പേര്? കാൽവിൻ. എന്റെ പേര് ഫാബിയോ. ആൽഫി. ആദിത്യരാഗ്. ഹെവൻ. ബെനഡിക്റ്റ്. ഇവരാണ് മത്സരിക്കാൻ പോകുന്നത്. മത്സരിച്ച് കഴിഞ്ഞിട്ടില്ല, മത്സരിക്കാനായിട്ട് വെയിറ്റ് ചെയ്യാണ്. ടെൻഷൻ ഉണ്ടോ? ടെൻഷൻ അങ്ങനെയൊന്നുമില്ല. നിങ്ങൾ പ്രിപ്പയർ ആണ്, കോൺഫിഡൻസ് ഒക്കെ ഉണ്ട്. പാടാനൊക്കെ ആയിട്ട് ബി പ്രാക്ടിക്കൽ. അതെ, ബി പ്രാക്ടിക്കൽ. അപ്പൊ നമ്മൾ പാടാൻ പോകുന്ന സമയത്തെ ഒരാളും കൂടെ ഉണ്ടല്ലേ? എന്നോട് ഉണ്ട്, അഭിഷേക്. അവൻ നാളെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അവൻ ഫസ്റ്റ് ഉണ്ട്. അപ്പോൾ അവൻ ഡ്രസ്സുമായിട്ട് തന്നെ വരും. അപ്പൊ ഒരു ഫസ്റ്റ് വാങ്ങി അടുത്ത ഫസ്റ്റ് വാങ്ങാനായിട്ടുള്ള വരവിലാണ്. അങ്ങനെ ആളും കൂടെ വന്നാലാണ് ഈ ഒരു കോളം കംപ്ലീറ്റ് ആവുള്ളൂ. എന്നിട്ട് നമ്മൾ മത്സരിക്കാനായിട്ട് പോവാണ് വിത്ത് കോൺഫിഡൻസ്. അപ്പൊ മത്സരം ഓൾറെഡി തുടങ്ങിയിട്ടുണ്ടല്ലേ? തുടങ്ങിയിട്ടില്ല. ഇപ്പോൾ ദേശഭക്തി കഴിഞ്ഞിട്ടുണ്ട്. ചെസ് നമ്പർ എടുക്കാൻ വേണ്ടി പോവാണ് ഞങ്ങൾ. അപ്പൊ എന്തായാലും അടിപൊളിയായിട്ട് പാടുക. ഓൾ ദി വെരി ബെസ്റ്റ്. അടിച്ചു പൊളിച്ച് പാടി. പിന്നെ സ്കൂളിൽ ചെല്ലുമ്പോൾ നമ്മുടെ ദേശഭക്തി ഗാനകാരുണ്ടല്ലോ, അവരും ഭയങ്കര കോൺഫിഡന്റാ. അപ്പൊ എല്ലാവർക്കും പ്രൈസ് കിട്ടട്ടെ. നമ്മുടെ പാവറട്ടിക്കാർക്ക് ഒരു അഭിമാനം ആവട്ടെ. നമ്മുടെ സ്കൂളിൽ പ്രൈസ് ഒക്കെ കുറെ മത്സരങ്ങൾ പങ്കെടുക്കുന്നുണ്ടോ സ്കൂളിൽ നിന്ന്? ഏകദേശം എല്ലാ ഐറ്റംസും ഉണ്ടല്ലേ? ഓക്കെ. അപ്പൊ എല്ലാറ്റിനും പ്രൈസ് ഒക്കെ കിട്ടട്ടെ. ഓൾ ദി വെരി ബെസ്റ്റ്. ഫോൺ ഗാലറി കലോത്സവ വിശേഷങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കൂടെ കുറച്ച് കൂട്ടുകാർ വന്നിട്ടുണ്ട്. എന്താ പേര്? ഭാഗ്യശ, തീർത്ഥ, അനന്യ, വൈഗ. നിങ്ങൾ ഏത് സ്കൂളിലാണ് പഠിക്കണേ? ബദനിയിൽ. ഈ സ്കൂളാണ്. എല്ലാവരും ബദനി ശർലയം. അപ്പോ 2 സ്കൂളിലുള്ള ഫ്രണ്ട്സ് ഒരുമിച്ച് കൂടിയതാണ് ഈ ഒരു കലോത്സവ വേദി. അമ്പമ്പോ. ഏത് ക്ലാസ്സിലാണ് പഠിക്കണേ? ഞാൻ 9th. എല്ലാവരും 9th ആണ്. അപ്പോ ഇവിടെ മീറ്റ് ചെയ്യാന്ന് വിചാരിച്ചല്ലോ ഇന്ന്. ഏതെങ്കിലും മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ടോ? ഇല്ല, ഞങ്ങള് കൂലികൾക്ക് കാണാൻ വന്നത്. ഇങ്ങനെ കലോത്സവം എന്ന് പറയുമ്പോൾ ഒരുപാട് ഇവന്റ്സ് ഉണ്ടായിരിക്കും അല്ലെ? കുറെ മത്സരങ്ങൾ ഉണ്ടായിരിക്കും. അതില് ഏത് മത്സരം കാണാനാ കൂടുതൽ ഇഷ്ടം? കോലുകളി അങ്ങനത്തെ ടീം. ആണോ? കോലുകളി, ഒപ്പന ഒക്കെ ഇഷ്ടമായിരിക്കും. ഒപ്പനക്ക് ഇഷ്ടം. അപ്പൊ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ കണ്ട് എൻജോയ് ചെയ്യാം. ഫ്രണ്ട്സ് ആയിട്ട് ഒരു ഗെറ്റ് ടുഗദർ എന്നൊക്കെ വെച്ചിട്ട് വന്നതാണ്. രാവിലെ എത്തിയോ? അപ്പൊ ഇനി കുറെ നേരം പരിപാടിയൊക്കെ കണ്ടിട്ട് എൻജോയ് ചെയ്തിട്ടേ പോളൂ.
നല്ല രസമുണ്ടോ? പരിപാടികളൊക്കെ എങ്ങനെയുണ്ട്? കാണാൻ നല്ല ത്രില്ലർ ആണല്ലേ? അപ്പൊ ഇങ്ങനെ ത്രില്ലടിച്ച് എൻജോയ് ചെയ്ത് നടന്നോളൂ. ബൈ. ദേശഭക്തിഗാനം പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുള്ള കുറച്ച് കൂട്ടുകാരാണ് കൂടെയുള്ളത്. എന്താ പേര്? അദ്വൈത്, അജയ്, ബാക്കില് രണ്ടുപേര്. അനുശ്രീ, മിത്രലക്ഷ്മി. നിങ്ങൾ ഏത് സ്കൂളിലാ? ശ്രീകൃഷ്ണ. അപ്പോ എങ്ങനെ ഉണ്ടായിരുന്നു മത്സരം? കുഴപ്പമില്ല. മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണല്ലേ? അപ്പൊ കുറച്ചു നേരം കഴിഞ്ഞ റിസൾട്ട് വരുള്ളൂ. റിസൾട്ട് അറിഞ്ഞിട്ടേ പോവുള്ളൂ. അപ്പൊ എങ്ങനെ തോന്നുന്നത്? എന്താ തോന്നുന്നത്? നമുക്ക് പെർഫോമൻസ് ഒക്കെ കഴിഞ്ഞിട്ട് ഇപ്പൊ എന്ത് തോന്നുന്നു? ബാക്കിയുള്ളവരെ കേട്ടറിയാ. ബാക്കിയുള്ളവരുടെ ഒന്നും കേൾക്കാൻ നിന്നില്ല. രണ്ടു മൂന്നെണ്ണം കേട്ടു. കുഴപ്പമില്ല. എന്തായാലും ജില്ലല്ലേ ടഫ്. അതെ, അതിന്റേതായ ഒരു ടഫ്നെസ് ഒക്കെ ഉണ്ടായിരിക്കും. നമ്മളെന്നാലും ഫസ്റ്റ് കയറാന്ന് പറഞ്ഞപ്പോ കുറച്ച് ടെൻഷൻ അടിച്ചോ? ആദ്യം തന്നെ നമ്മുടെ ചെസ് നമ്പർ എടുക്കുന്ന സമയത്തെ ഫസ്റ്റ് ആണ് എന്ന് കേൾക്കുന്ന സമയത്ത് ചെറിയൊരു ടെൻഷൻ. എന്താ മൂന്നാമത്തെ ആയിരുന്നു, പക്ഷെ ഞങ്ങളെ കയറ്റിയ ഫസ്റ്റ്. ഓക്കെ. അപ്പൊ പെട്ടെന്ന് ഫസ്റ്റ് കയറണം എന്ന് അറിഞ്ഞപ്പോ അതിന്റെ ടെൻഷൻ ഉണ്ടായിരുന്നോ? അല്ലെ, അതൊരു ബുദ്ധിമുട്ട് തന്നെയാണല്ലോ. ആദ്യമായിട്ട് സ്റ്റേജിൽ കയറിയിട്ട് പെർഫോം ചെയ്യാന്ന് പറയുമ്പോൾ നമുക്കൊരു ഒരു ടെൻഷൻ കൂടുതലാണ് അതിന്, അല്ലേ? ഓക്കെ, എന്തായാലും റിസൾട്ട് ഒക്കെ വരുന്നവരെ വെയിറ്റ് ചെയ്തിട്ട് നല്ലൊരു റിസൾട്ട് ഒക്കെ കേൾക്കാനായിട്ട് പറ്റട്ടെ. ഓൾ ദി വെരി ബെസ്റ്റ്. അപ്പൊ കോൽക്കളിയൊക്കെ കഴിഞ്ഞ് വന്നൊരു ടീമാണ് നമ്മുടെ കൂടെ ഉള്ളത്. ഏതാ സ്കൂള്? MES അസ്മാബി. എന്താ പേര്? അമൻ ഇബ്രാഹിം, കലീൽ ഇബ്രാഹിം, ഗണേശം, രണ്ടുപേരെ കഴിഞ്ഞ് അസ്ലഹി, മുഹമ്മദ് ഹിഷാൻ, ഹമീദ്. കുറച്ചുപേരും കൂടെ ഉണ്ട്. ഇതാണ് ഇവരുടെ ഗുരുക്കർ. എന്താ പേര്? സഹൽ, തഫ്സീൻ. നന്നായി കളിച്ചോ നമ്മുടെ കുട്ടികൾ? കുഴപ്പമില്ല. അപ്പോ നമ്മുടെ പെർഫോമൻസ് ഒക്കെ കഴിഞ്ഞപ്പോ നിങ്ങൾക്ക് എന്താ തോന്നിയത്? നല്ല കളിക്കുമ്പോൾ നമുക്ക് ഓരോ പ്രാവശ്യം ഓരോ സ്റ്റേജ് കഴിയുമ്പോൾ നമുക്ക് കോൺഫിഡൻസ് അല്ലേ, അടുത്ത പ്രാവശ്യം പിടിക്കണം എന്നുള്ള, അടുത്ത സ്റ്റേജിൽ ഇതിനേക്കാൾ പെർഫോമൻസ് നല്ല പെർഫോമൻസ് കാഴ്ചവെക്കണം, അങ്ങനെയുള്ള ഒരു കോൺഫിഡൻസ് ഒക്കെ വരില്ലേ? അങ്ങനെയുള്ള ഒരു കോൺഫിഡൻസ് കിട്ടിയോ ഇപ്രാവശ്യം ഡിസ്ട്രിക്ട് കലോത്സവത്തിന് വന്നപ്പോ? ഞാൻ അത്ര വലിയ ചോദ്യം ചോദിച്ചിട്ടുള്ള എന്ന് മാത്രമേ പറയുള്ളൂ. എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമുക്ക് ഓരോ സ്റ്റേജിലും നമുക്ക് പുതിയ 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 സ്റ്റേജ് കിട്ടാനുള്ള ഒരു കോൺഫിഡൻസ് കിട്ടും. അപ്പൊ ആ ഒരു കോൺഫിഡൻസ് നമുക്ക് അടുത്ത സ്റ്റേജിൽ പിടിക്കാനുള്ള ഒരു കോൺഫിഡൻസ് ഈ സ്റ്റേജിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്, അല്ലെ മാഷെ? തീർച്ചയായും. അപ്പൊ എന്തായാലും ഈ കോൽക്കളി ടീം MES അസ്മാബി സ്കൂളിലെ കോൽക്കളി ടീമാണ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്.